നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രത്യേക സന്ദേശം ഞാൻ നൽകുകയാണ്. നമ്മളുടെ പൂജ എല്ലാ ദിവസവും രാവിലെ 4:30 ആരംഭിക്കുന്നത്. ആ പൂജ രാവിലെ 6 മണിക്ക് അവസാനിക്കുന്നതാണ്. ഈ പൂജാവേളയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരും നക്ഷത്രവും ജനന വർഷമറിയാമെങ്കിൽ അതും ജനന തീയതിയും അയച്ചുവിടുക. കൂടുതൽ ഫലം ലഭിക്കുന്നതിനായിട്ട് ജനിച്ച സ്ഥലം, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലമല്ല, നിങ്ങൾ എവിടെയാണോ ജനിച്ചത് ആ സ്ഥലം അറിയാമെങ്കിൽ അതും കൂടി കമന്റിൽ രേഖപ്പെടുത്തി അയക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ കമന്റിൽ മെസ്സേജ് രേഖപ്പെടുത്തിയതിനു ശേഷം ലൈക്കും കമന്റ്സും ഒന്നും നമ്മളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ 3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. ഒരുപാട് പേര് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത ആളുകളെ മാത്രമേ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നാണോ നമ്മളുടെ റിപ്ലൈ കിട്ടുന്നത് അന്നായിരിക്കും നിങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നത്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. 3 ദിവസമായിട്ടും നമ്മൾ റിപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു കമന്റ് ആയിരിക്കാം നിങ്ങളുടേത്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി കമന്റ് ചെയ്യാൻ ദയവായിട്ട് സഹകരിക്കണം. തീർച്ചയായിട്ടും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഒരു ആധിപത്യമാണ് കാണാൻ പോകുന്നത്. ഈ ചൊവ്വ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും തന്നെ തങ്ങളുടെ രാശിമാറ്റത്തിലൂടെ സ്ഥിതിമാറ്റത്തിലൂടെയും ഒക്കെ അവരവരുടെ ശക്തി തെളിയിക്കുന്ന ഒരു വർഷമാണ് 2025. ജ്യോതിഷപ്രകാരം വളരെ പ്രാധാന്യമുള്ള ഒരു വർഷം കൂടിയാണ് 2025. എന്നിരുന്നാലും ചൊവ്വയുടെ സ്വാധീനം വർഷം മുഴുവനും 12 രാശികളിലും അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാഴവും ശനിയും രാശിമാറ്റത്തിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിത ശൈലിയെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇനി പറയുന്ന 15 നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ വർഷം മനസ്സിനിണങ്ങിയ ഒരാളെ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സുഹൃത്താകാം, ജീവിത പങ്കാളിയാവാം, ബിസിനസ് പാർട്ട്ണർ തന്നെ ആവാം. എങ്ങനെയായിരുന്നാലും അവർ മുഖാന്തരം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള നക്ഷത്രക്കാരെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഇത് വിവാഹം ഒരുപാട് ദീർഘിപ്പിച്ചു പോയ ആളുകൾക്കും ഒക്കെ ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഭാഗ്യം ചെയ്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ചൊവ്വയുടെ സ്വാധീനത്തില് മേടം രാശിയിൽ ജനിച്ച ആളുകളായതുകൊണ്ട് തങ്ങളുടെ ബന്ധത്തില്, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മുന്നേറുന്ന വർഷമായിരിക്കും. പ്രണയ ജീവിതത്തിലും ദാമ്പത്തിക ജീവിതത്തിലും മുന്നേറുന്ന വർഷമായിരിക്കും. നിങ്ങളുടെ പ്രണയ സങ്കല്പത്തില് ഒക്കെ വലിയ മാറ്റങ്ങൾ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ ഒരു നല്ല പാതിയെ കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഈ വർഷം അതിന് പറ്റിയ സമയമാണ്. വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ ഒരു സമയമാണ്. അനുയോജ്യമായിട്ടുള്ള ഒരു പങ്കാളിയെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അവിചാരിതമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ബന്ധം നിങ്ങൾക്ക് വളരെയധികം ഊർജവും ഉന്മേഷവും സമ്പത്തും എല്ലാം നേടിത്തരുന്നുണ്ട്. ഇവരുടെ വരവോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് കർക്കിടകം രാശിയിലുള്ള പുണർദം കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രക്കാർക്കുമാണ്. കർക്കിടകം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഈ വർഷം വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു പുത്തൻ ഉണർവ് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. 2025 ആത്മീയതയും ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും നിങ്ങളുമായി സംവാദിക്കുന്നവരിലേക്ക് നിങ്ങൾ ആകൃഷ്ടരാകുന്നുണ്ട്. ഈ ബന്ധം നിങ്ങളുടെ വളർച്ചയിലേക്കാണ് കൈപിടിച്ച് ഉയർത്തുന്നത്. ഇതൊരു വിവാഹ ബന്ധത്തിലും ഉപരി വലിയൊരു സുഹൃത്ത് ബന്ധം, സുഹൃത്ത് വലയങ്ങളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ
സുഹൃത്ത് ബന്ധം തുടർന്നു പോവുകയാണെങ്കിൽ വളരെ ഉന്നത തലങ്ങളിൽ നിങ്ങൾ എത്തുന്നതാണ്. അടുത്തതായിട്ട് തുലാം രാശിയിലുള്ള ചിത്തിര അരഭാഗവും ചോതിയും വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. തുലാം രാശിക്കാർക്കും പ്രണയ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നിങ്ങളുടേതുപോലെ തന്നെ വിശ്വാസവും ലക്ഷ്യവും ഒക്കെ ഉള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യം. ഇതുമൂലം നിങ്ങളുടെ പ്രശസ്തിയും പേരുമെല്ലാം വർദ്ധിക്കുന്നതാണ്. തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രന്റെ സ്വാധീനത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് രൂപപ്പെടാൻ പോകുന്നത്. അടുത്തതായിട്ട് ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ആഴത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടാവും. ഇതൊരു വിവാഹബന്ധമാകണമെന്നില്ല. അതിലുപരി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് കൂട്ടി യോജിച്ചു പോകാൻ കഴിയുന്ന ചില ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഈ ബന്ധത്തിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇവർക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ മുഖംമൂടി അഴിച്ചു വെച്ച്, അതായത് എല്ലാ മനുഷ്യർക്കും ഒരു മുഖംമൂടിയുണ്ട്. ആ മുഖംമൂടിയെല്ലാം പൊയ്മുഖങ്ങളെല്ലാം അഴിച്ചു വെച്ച് പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച കാണുന്നുണ്ട്. അടുത്തതായിട്ട് മീനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി, കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും ചേർന്ന രാശിയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ വർഷം മെയ് മാസത്തിലെ വ്യാഴം മിഥുനം രാശിയിലേക്ക് കടക്കുന്നുമുണ്ട്. ഈ മാറ്റത്തിലൂടെ മീനം രാശിക്കാർക്ക് ജീവിതത്തിലെ കൂടുതൽ സന്തോഷം കൈവരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഈ ബന്ധം മൂലം ആശങ്കകളൊക്കെ മാറി ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് കൈവരും. ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. ഇത് പ്രകൃതി തന്നെ ഒരുക്കി തരുന്ന ഒരു വിരുന്നാണ് നിങ്ങൾക്ക്. ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്നതാണ്. ദാമ്പത്യത്തിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു കെട്ടുറപ്പാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. മുൻപ് നിങ്ങൾക്ക് പലതും ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും. വളരെ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക സ്ഥിതി നന്നായി മെച്ചപ്പെടുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.